നമുക്ക് കമന്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഠിക്കാൻ ശ്രദ്ധ കിട്ടാൻ എന്താ ചെയ്യുക, എൻ്റെ മകൻക്ക് തീരെ പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിക്കാനെന്നൊക്കെ. അപ്പം 100% ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേഷനോടുകൂടി പഠിക്കാനിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷനോടുകൂടി ശ്രദ്ധ ചെലുത്തി എങ്ങനെ പഠിക്കാനിരിക്കാം എന്നുള്ളതിൻ്റെ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ആദ്യത്തെ ടിപ്പ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും വില്ലനായിട്ട് നമ്മുടെ ഇടയ്ക്ക് വരുന്ന 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മൊബൈൽ ഫോൺ അല്ലേ. ഓരോ നോട്ടിഫിക്കേഷൻസ് വരും, നമ്മൾ തോണ്ടിയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. അവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് സംഭവിച്ചു, അടുക്കളയിൽ നിന്ന് എന്താ ഫുഡ്, എൻ്റെ ലവർ ഇപ്പം എന്ത് ചെയ്യുന്നു, എൻ്റെ കാമുകൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ട്രിപ്പിന് പോകാൻ പറ്റില്ല, അത് ഇതെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള കുറേ ചിന്തകൾ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവാക്കാനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നോക്കാം. നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ 7 മണിക്ക് പഠിക്കാനിരിക്കുന്നു. അപ്പോൾ 7 മണിക്ക് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളൊരു 6:30 തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുകയെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മളിപ്പോൾ അമ്മ പറയണം പോയിരുന്ന് പഠിക്കുക, ഒന്ന് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ വന്നിട്ട് ചാടി കയറി പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സിൻസിയറായിട്ട് പറയാൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യത്തിന് ഇടയിൽ വന്നിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് വന്നിരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് വേണം പഠിക്കാനിരിക്കാനായിട്ട്. എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ബോധ്യം ആദ്യം വേണം. അപ്പോൾ നമ്മൾ 7 മണിക്ക് പഠിക്കാനിരിക്കണമെങ്കിൽ 7 മണിക്ക് തന്നെ പോയിരിക്കരുത്. ഒരു 6:30 ആകുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് അതിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പഠിക്കാനിരിക്കുന്ന സമയം എല്ലാം സെറ്റ് ചെയ്യുക. അതുപോലെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം കൊണ്ടുവരിക. എന്തൊക്കെ പഠിക്കാനിരിക്കുന്നത് നമ്മുടെ ചുറ്റും വേണം, സ്കെയിൽ വേണോ, വെള്ളം വേണോ, അത് വേണോ, ഇത് വേണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ട് ഒരു 6:30 ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ 7 മണിക്ക് പഠിക്കാനിരിക്കുക. ഓക്കെ. അതുപോലെ നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്ന തോട്ട്സ് നമുക്ക് വരികയാണ്. അല്ല, ഓരോരോ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് പഠിത്തം നിർത്തിക്കോണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്കറിയാലോ നമ്മുടെ മൈൻഡിൽ ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം മൈൻഡിലേക്ക് കയറുമോ? ഇല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പഠിക്കുന്ന കാര്യം നിർത്തിയിട്ട് നമ്മളൊരു പേപ്പറോ പെൻസിലൊക്കെ എടുത്തിട്ട് ഈ കാര്യങ്ങൾ എഴുതുക. നമ്മളെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എഴുതിയിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു അർത്ഥവും ഇല്ലാണ്ട് വേറെ എന്തൊക്കെയോ ഒരു കഥയില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സറൗണ്ടിങ്സ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സറൗണ്ടിങ്സിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. മേ ബി ഒരു ഫോട്ടോ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ TV ആയിരിക്കും, ഫോണായിരിക്കും, കമ്പ്യൂട്ടർ ആയിരിക്കും. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാണ്ടുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിമോട്ടായാലും മതി. ഈ റിമോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പഠിക്കുകയാണല്ലോ, ബോറടിക്കുമല്ലോ. അപ്പോൾ ഇത് കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പം തോന്നും എന്നാൽ അതിൻ്റെ മൂടി ഒന്ന് അഴിച്ചിട്ട് ഇതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം, ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഇരിക്കുന്നത് നോക്കാം, ബാറ്ററി അഴിക്കാമെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. അങ്ങനെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാനായിട്ട്. അതുപോലെ ഈ പഠിക്കാനിരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിക്കാനിരിക്കുന്നു ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ പോംഡോറോ ടെക്നിക്കൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പഠന പ്രകാരം ഒരു മനുഷ്യന് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നത്, ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നത് ഈ 20 മുതൽ 25-30 മിനിറ്റ് വരെയൊക്കെ ഒരാൾക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല, തലയിലൊന്നും കയറില്ല. അപ്പോൾ ഒരിക്കലും നാളെ എക്സാം ആണല്ലോ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ എക്സാം ആണല്ലോ, ഇത് പഠിക്കണമല്ലോ പറഞ്ഞിട്ട് മണിക്കൂർ കണക്കിന് എടുത്ത് വെച്ച് വായിച്ചാലൊന്നും നമുക്ക് തലയിൽ കയറില്ല. അപ്പോൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ഒരു ഇടവേള നമ്മൾ കൊടുക്കണം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് നമ്മൾ കൊടുക്കുക. ആ സമയത്ത് ഒന്ന് റിഫ്രഷ് ആയിട്ട് വരും. മുഖം കഴുകുകയോ അല്ലെങ്കിൽ ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയോ, എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ, അല്ലെങ്കിൽ അമ്മയായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് റിഫ്രഷ് ആവും. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂർ കണക്കിന് നമ്മൾ പഠിക്കാനിരുന്ന ഒരിക്കലും നമ്മുടെ മൈൻഡിൽ കയറില്ല. 5 മിനിറ്റ് ബ്രേക്ക് കൊടുത്തിട്ട് വേണം പഠിക്കാനിരിക്കും. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സ് മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കയറി പഠിക്കാനിരിക്കേണ്ട ഒരു സങ്കടമോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിന് തോന്നിക്കഴിഞ്ഞാൽ പഠിക്കണമല്ലോ എന്ന് കരുതി പോയി പഠിക്കാനിരിക്കരുത്, തലയിൽ കയറില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ മനസ്സ് മൊത്തത്തിൽ ഇങ്ങനെ കലങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിന് മുന്നേ അതെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. അതിന് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. കാമായിട്ടിരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുക, എല്ലാം മാറ്റി വയ്ക്കുക, മാറ്റിയിട്ട് സ്വസ്ഥമായിട്ട് പഠിക്കാനിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണ്
ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനിരിക്കുന്ന അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്, പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു സമയം, അതുപോലെ തന്നെ 5 മിനിറ്റ് ഇടവേള, ഇത്തരത്തിലുള്ള റിലാക്സിങ് ആയിട്ടുള്ള പരിപാടികൾ, ഇതൊക്കെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുപോലെ നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും, ശ്രദ്ധ കൊടുക്കാൻ പറ്റും, നമുക്ക് മടുപ്പില്ലാണ്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. പാരൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക.